വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നലത്തെ സാമ്പിളൊക്കെ എല്ലാവരും ചെയ്തു നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എന്താ ടോപ്പിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൂപ്സ് ആണ്. ലൂപ്സ് ആ വാക്കിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഐട്രേറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്സ് ഉള്ളത്. ഇതിൽ പല ടൈപ്പ് ലൂപ്പുകളുണ്ട്. ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. സോ ഒരു പുതിയ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഒരു ജാവ എപ്പിസോഡ് 2 അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു റാൻഡം നെയിം കൊടുക്കുക. ആസ് യൂഷ്വൽ ഒരു മെയിൻ മെത്തേഡ് ചെയ്ത് സോ ഫസ്റ്റത്തെ ഒരു ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യും നോക്കാം. സോ ഇതിൻ്റെ ഒരു സിൻടാക്സ്, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റത്തെ ബ്രാക്കറ്റ്സിൽ വരുന്നത് ഇൻറ്റീജർ i = 1. അതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്, ഫസ്റ്റത്തെ നമ്പർ എന്ന് വെച്ചിട്ട്. സെക്കൻഡത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് ആർഗ്യുമെൻറ്റ് i <= 10 എന്ന കേസ്, അതായത് 10 വരെ. ഇതിപ്പോൾ 100 ആണെങ്കിൽ 100 വരെ പ്രിൻ്റ് ആവും. i++. ഓരോരോ വട്ടം ഇത് കയറി ഇറങ്ങി പോകുന്ന സമയത്തും ഓരോരോ i ഇൻക്രിമെൻറ്റ് ചെയ്യണം. സോ ഫസ്റ്റത്തെ വട്ടം ഐൻ്റെ വാല്യൂ 1 ആണ്, 1 പ്രിൻറ്റ് ചെയ്തു. സോ രണ്ടാമത്തെ വട്ടം ഈ സെയിം ലൂപ്പിലേക്ക് വരും, ചെക്ക് ചെയ്യും. ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോരോ ലൂപ്പിൽ, ചെക്ക് ചെയ്യും. അപ്പോൾ ഐൻ്റെ വാല്യൂ 2 ആണ്. 2 <= 10, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈയിങ് ആണ്. അപ്പോൾ 2 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ വന്ന് അവസാനം 10 എത്തും. 10 എത്തുന്ന കേസിലും 10 <= 10, ആ 10 ഈക്വൽ ആണല്ലോ, ആ കേസും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ 10 പ്രിൻറ്റ് ചെയ്യും. പിന്നെ 11 എത്തും. 11 എത്തുന്ന കേസിൽ എന്താണ്, 11 <= 10 എന്ന് പറയുന്ന ഈ കേസ് ഫെയിലാവും. അങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടും. അതാണ് ആ ലൂപ്പിൻ്റെ ഒരു എൻഡായിട്ട് വരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പം ആദ്യത്തെ ഫസ്റ്റ് 10 നമ്പേഴ്സ് പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഹൈറാർക്കി കിട്ടിയെന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണ് ഓരോരോ ലൂപ്പിൽ കൂടെ കയറി പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു കണ്ടീഷൻ എഴുതാം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ. അതായത് ഈവൺ നമ്പേഴ്സ് മാത്രം പ്രിൻ്റ് ആയാൽ മതി. അപ്പോൾ ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ബേസിക്കായിട്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പർ. അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് ഈ പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ എഴുതാം. അപ്പോൾ ഇന്നലത്തെ ഓപ്പറേറ്റേഴ്സിൻ്റെ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിമ്പിളി നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡുലസ് ആണ്. അപ്പം i-2 അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരുന്നത് 0 ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ പ്രിൻ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ടു 4 6 8 10. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയ നമ്പേഴ്സ് മാത്രം ഓരോന്നായിട്ട് പ്രിൻ്റ് ആയി. സോ ബേസിക് ഫോർ ലൂപ്പിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ വേറൊരു ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനീഷ്യലി രണ്ടും കൂടെ പഠിക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഔൺ ചെയ്താൽ മതി. പക്ഷേ സിൻടാക്സ് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നേരത്തെ നമ്മൾ 10 വരെയുള്ള നമ്പേഴ്സ് ഓൾറെഡി ഉണ്ട്. സോ ഞാനിവിടെ ഒരു 11 ആക്കി, ഇവിടെ ഒരു 20 ആക്കി. സോ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഈ ബ്രേസസിൽ വരുന്നതായിരിക്കും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നിടത്തോളം കാലം ഈ
രണ്ട് ബ്രേസസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. ജസ്റ്റ് റൺ ചെയ്യാൻ. ഒരു ഇടാൻ വിട്ടുപോയി. സോ ഈ എറർ അടിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ലൈൻ നമ്പർ 11ലാണ് എറർ. കാരണം അത് നേരത്തെ ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം. ഇതാ 10 വരെയുള്ള ഈവൻ നമ്പേഴ്സും 10ന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സും പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫോർ ലൂപ്പിൽ ഒരു സം ഓഫ് ആദ്യം 10 നമ്പേഴ്സിൻ്റെ സം എങ്ങനെ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. അതിന് ഫസ്റ്റ് ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഐ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഐ മാറ്റി ജെ ആക്കിയതാണ് വേരിയബിൾ. സോ ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ഫോർ ലൂപ്പിൻ്റെ സെയിം ലോജിക്ക് തന്നെ. ആദ്യം ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല അതിൻ്റെ ഈ ബ്രാക്കറ്റ്സിൽ വരുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതിനുശേഷം സം എന്ന് പറയുന്നൊരു വേരിയബിൾ. അപ്പോൾ ഫസ്റ്റത്തെ സമയത്ത് സമ്മിൻ്റെ വാല്യൂ 0 ആണ്. 0 + 1 പറയുന്നത് 1 ആണ്. അപ്പോൾ 1 സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ ജെൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, അത് 2 ആവും. 2 + 1 3 ആവും. പിന്നെ 3 + 3 6 ആവും. അങ്ങനെ അപ് ടു 10 വരെ ഈ കാൽക്കുലേഷൻസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഐട്രേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ് ഒരു സം ഓഫ് n നമ്പേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കേസിൽ ഇപ്പോൾ 10 ആണ്, നിങ്ങൾ 100. റൺ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഐ എഴുതുന്നു, അതിന് പകരം നമുക്ക് ജെ എന്നാക്കാം. ജെ ആണല്ലോ ലൂപ്പിലുള്ളത്. അപ്പോൾ നേരത്തെ അതേപോലെ കൊടുത്തുകൊണ്ട് ഐ എന്ന് കൊടുത്തു പോയതാണ്. ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക. സം ഈസ് 55 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഡീബഗർ മോഡിലിട്ടിട്ടാണ് ഞാൻ ഓടിച്ചത്. അപ്പോൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ലൈൻ ബൈ ലൈൻ അറിയണമെങ്കിൽ നമുക്ക് ഡീബഗർ മോഡിലിട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഐക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ അവിടെ ഡീബഗ് ഉണ്ട്, സാധാരണ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും കാലത്ത് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ അങ്ങോട്ട് പോകുന്തോറും. ഡീബഗർ മോഡിലിട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് കമൻറ്റ് ചെയ്യാൻ പോലത്തെ സെക്ഷൻസ്, അപ്പോൾ ഓരോ ലൈനിൽ ഓരോരോ വട്ടത്ത് എങ്ങനെ എക്സിക്യൂട്ട് ആവുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഈ ഡീബഗ് മോഡിലിട്ടിട്ട് ഓടിക്കുക. ഈ ആരോ ഞെക്കിക്കഴിഞ്ഞാൽ, ഈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഓരോരോ ലൈനായിട്ട് ഐട്രേറ്റ് ചെയ്യും. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഡീബഗ് പോയിൻ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അടുത്തൊരു പോയിൻ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് ജമ്പ് ചെയ്യാൻ ഇത് യൂസ് ചെയ്താൽ മതി. റെസ്യൂം അല്ലെങ്കിൽ സ്റ്റെപ്പ് ഓവർ ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റെപ്പ് ഓവർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വട്ടം J1 ആണ്, സം 0 ആണ്. പിന്നെ സം 1 ആയി, J2 ആയി. സം 3 ആയി, J3 ആയി. പിന്നെ സം 6 ആയി, 4 ആയി. നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ കാണാം വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ വട്ടം ഇങ്ങനെ പോയി 10 എത്തുന്ന വരെയുള്ള ഡീബഗ് ചെയ്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ് വാല്യൂസ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് റെസ്യൂം അടിച്ചു വിട്ടാൽ മതി. എന്താണ് ഡീബഗ് മോഡ് എന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. സമയം 55. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും എറർ വന്നെന്ന് വിചാരിക്കുക ചെയ്യുന്നതിൻ്റെ ഇടയിൽ, ഇപ്പോൾ നമുക്ക് വേറെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നെങ്കിൽ കമൻറ്റിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇപ്പോൾ ഇതൊക്കെ സിമ്പിൾ പ്രോഗ്രാംസ് ആയതുകൊണ്ട് എങ്ങനെ അത് ChatGPT യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്, കർസർ അല്ലെങ്കിൽ അതേപോലത്തെ ഇപ്പോൾ കോപ്പൈലറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാം. അതിന് മുന്നേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇനീഷ്യൽ കേസിൽ ഇപ്പോൾ ChatGPT യൂസ് ചെയ്തിട്ടൊക്കെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻറ്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്.
അതിലേക്ക് ഞാൻ അക്ഷയ്ന്ന് ചുമ്മാ ഒരു വേരിയബിൾ സെറ്റ് ചെയ്തു. സോ ഈ പ്രോഗ്രാം റൺ ആവില്ല, കാരണം ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലേക്ക് ഒരിക്കലും സ്ട്രിങ് ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് അങ്ങനെ ചെയ്തു പോയി എന്ന് വിചാരിക്കുക ഇനീഷ്യലി, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു ബഗ് സിനാരിയോ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നത്. അപ്പം കറക്റ്റായിട്ട് ഇവർ പറയുന്നുണ്ട് ലൈൻ നമ്പർ 21 ഇൻകോമ്പാക്റ്റബിൾ ടൈപ്സ് സ്ട്രിങ് cannot be converted to int ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തുടക്കത്തിൽ മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ജസ്റ്റ് ഈ കോഡ് എടുക്കുക, എന്നിട്ട് ChatGPT പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഇഷ്യൂ നോട്ടീസ്ഡ് എന്നോ എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ ഇതിൽ വന്ന ഈ സെയിം എറർ അതേപോലെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ടൊരു റിസോൾവ് എന്നോ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് പറയും യു ആർ ട്രൈങ് ടു സ്റ്റോർ എ സ്ട്രിങ് ആക്ച്വലി ഇൻസൈഡ് എ ഇൻറ്റ് വേരിയബിൾ. സോ അതിന് പകരം സ്ട്രിങ് ആക്കുക, അതാണ് നമ്മൾ ആ ചേഞ്ച്. അപ്പോൾ ആ ചേഞ്ച് ചെയ്താൽ മതി എന്ന് ഇത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇതേപോലെ ഏതൊരു എറർ കേസും ബേസിക് സിനാരിയോയിൽ വരുന്ന ഏതൊരു എറർ കേസും നമുക്കിങ്ങനെ ഈ കോഡും അതേമാതിരി ഇഷ്യൂവും കൂടെ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ChatGPT കൊടുത്താൽ മതി, സിമ്പിളായിട്ട് കിട്ടും.